ഈ ധൈര്യം ചാൾസ് ശോഭരാജിൽ പോലും കണ്ടിട്ടില്ല എന്ന പ്രശസ്തമായ ഒരു സിനിമാ ഡയലോഗുണ്ട്. അത് അന്വർത്ഥമാക്കുന്ന കുറച്ച് ദൃശ്യങ്ങളാണ് ഇന്ന് രാവിലെ കോഴിക്കോട് ബീച്ചിൽ കണ്ടത്. അതായത് രാവിലെ തന്നെ ഇവിടേക്ക് നടക്കാനിറങ്ങിയ ആളുകൾ കണ്ടത് ഈ ഭാഗത്ത് ഒരാൾ സുഖമായി കിടന്നുറങ്ങുന്നതാണ്. പുതച്ചുമൂടി കിടന്നിറങ്ങുന്ന വ്യക്തിയുടെ സമീപത്തായി എന്തോ ഒന്ന് ഉണക്കാനിട്ടിട്ടുണ്ട്. കുറച്ച് ഇലകളാണ്. ആദ്യം ആളുകൾക്ക് സംശയം തോന്നി അത് കഞ്ചാവാണെന്ന്. പിന്നീട് വെള്ളയിൽ പോലീസിൽ ഈ വിവരം അറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ വെള്ളയിൽ പോലീസ് സ്ഥലത്തേക്ക് എത്തി പരിശോധിച്ചപ്പോൾ ഇത് കഞ്ചാവ് തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. നിറയെ ആളുകൾ വരുന്ന ഒരു പ്രദേശമാണ് കോഴിക്കോട് ബീച്ച്. ഇവിടെ തൊട്ട് സമീപത്തായി ഫുഡ് സ്ട്രീറ്റുകളുണ്ട്. ആളുകൾ ഒരുപാട് നടക്കാനിറങ്ങുന്ന ഭാഗമാണ്. ഇവിടെ കോഴിക്കോട് ബീച്ചിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. പുലർച്ചെ വരെ ആളുകളൊക്കെ ഉണ്ടാകുന്ന ഭാഗമാണ്. പക്ഷേ എപ്പോഴാണ് ഈ വ്യക്തി ഇവിടെ വന്ന് കിടന്നുറങ്ങിയത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത കിട്ടിയിട്ടില്ല. മുഹമ്മദ് റാഫി എന്ന് പറയുന്ന വെള്ളയിൽ സ്വദേശിയാണ്. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. എവിടെ നിന്നാണ് കഞ്ചാവ് കിട്ടിയത്, എപ്പോഴാണ് ഇവിടെ വന്ന് കിടന്നുറങ്ങിയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പോലീസ് ഇപ്പോൾ ചോദിച്ചറിയുന്നത്. പക്ഷേ കൃത്യമായ ഉത്തരം മുഹമ്മദ് റാഫിയുടെ കയ്യിൽ നിന്നും ലഭിച്ചിട്ടില്ല. ഏതായാലും നേരത്തെയും കഞ്ചാവ് കേസുകളിൽ പ്രതിയായ ഒരാളാണ് ഈ മുഹമ്മദ് റാഫി എന്ന് പോലീസ് തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഒരു പ്രദേശത്താണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത് എന്നുള്ളത് വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഈ കോഴിക്കോട് ബീച്ചുമായി ബന്ധപ്പെട്ട രാത്രിയായി കഴിഞ്ഞാൽ ലഹരിയുടെ വലിയ ഉപയോഗം ഈ ഭാഗത്തുണ്ട്. ആളുകൾക്ക് വലിയ ഭീഷണിയാണ് എന്നുൾപ്പെടെയുള്ള പരാതികൾ നിരന്തരം ഉയരുന്നുണ്ട്. ഇത് ശരിവെക്കുന്ന ഒരു കാഴ്ച കൂടിയായിരുന്നു കഞ്ചാവ് പരസ്യമായി ഉണക്കാനിട്ട ശേഷം ഒരാൾ ഇവിടെ കിടന്നുറങ്ങിയത് എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം കോഴിക്കോട് ബീച്ചിൽ ഈ മേഖലയിലൊക്കെ പോലീസിൻ്റെ പെട്രോളിംഗ് രാത്രിയിൽ നിരന്തരം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പെട്രോളിംഗ് നടത്തിയ പോലീസിന് പോലും ഇങ്ങനെയൊരു കാഴ്ച കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ആളുകൾ വിവരം അറിയിച്ചപ്പോൾ മാത്രമാണ് ഈ ഒരു സംഭവം പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ ഒരു കാര്യത്തിൽ, അതായത് പോലീസിൻ്റെ പെട്രോളിംഗ് നടക്കുന്ന സ്ഥലത്ത് പോലും ഈ കഞ്ചാവ് പരസ്യമായി ഉണക്കാനിട്ടിട്ടും അത് കണ്ടെത്തിയില്ല, അതിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നൊരു കാര്യത്തിൽ പോലീസിനെതിരെ രൂക്ഷമായ വിമർശനവും ആളുകളുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. ഉടനെ തന്നെ മുഹമ്മദ് റാഫിയെ കോടതിയിൽ ഹാജരാക്കും, തുടർ നടപടികൾ ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ ഈ ഭാഗത്ത് സുരക്ഷ ശക്തമാക്കണം. പ്രത്യേകിച്ചും ലഹരി ഉപയോഗം വളരെയധികം കൂടുതലാണ് ഈ ഭാഗത്ത്. ആളുകൾക്ക് വലിയ ഭീഷണിയുണ്ട് എന്നുൾപ്പെടെയുള്ള പരാതികൾ ഉയരുന്ന സാഹചര്യത്തിൽ ഈ ഭാഗത്ത് അത്തരം പരിശോധനകൾ കൂടെ ശക്തമാക്കണം എന്നുള്ള ആവശ്യം സാധാരണക്കാരുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. ക്യാമറ പേഴ്സൺ മനീഷ് പെരുമണ്ണയ്ക്കൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, കോഴിക്കോട്.